ഹലോ മുത്തുമണീസേ, അപ്പം ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടാത്ത ആളുകളോട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് കേൾക്കാൻ നിൽക്കുന്നത്? പിന്നെ എൻ്റെ ഈ തിരുമോന്ത കാണുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഓണാക്കി ഇവളിത് എന്താണ് പറയണത് എന്ന് വന്ന് ഇന്ന് കേട്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നിട്ടും അത് ഫുള്ള് നിങ്ങൾ കേട്ട് എന്തിനാന്ന് വെറുതെ ആവശ്യമില്ലാതെ അതവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ. നിങ്ങൾ നിൽക്കേ പോവേ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് മുക്കിലും മൂലയിലും പരസ്യമായും രഹസ്യമായും ഒക്കെ വലിയ ചർച്ച നടത്തുന്നുണ്ട്. ഒരു നടൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നടൻ്റെ അവിഹിതം, പിന്നീട് അവരുടെ മാരേജ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അവരുടെ കുടുംബജീവിതം ഇല്ലാണ്ടായി പോയ കഥയെക്കുറിച്ചും ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹം ചെയ്തത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുമ്പോൾ എനിക്ക് ഞാൻ പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് ഇതിന് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പറയാതെ പോകാൻ നിർവാഹമില്ല. അതായത് അദ്ദേഹം ഒരു വലിയ നടനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചെയ്ത ആ പുണ്യപ്രവൃത്തിയെ എല്ലാവരും എടുത്തങ്ങോട്ട് കൊമ്പത്ത് വയ്ക്കുന്നു. എന്ത് പുണ്യപ്രവൃത്തി ആയിരുന്നാലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒന്ന് തന്നെയാണ്. ഒരു ഫാമിലി ലൈഫിൽ ഒരു സ്ത്രീ സാക്രിഫൈസ് ചെയ്യുന്നത്ര ഒരു പുരുഷനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. ചെയ്യുന്നവരുണ്ടാകുമായിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീയാണ് അവിടെ സഫർ ചെയ്യുന്നത്. സ്ത്രീ ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ണടയ്ക്കാനും, മോശം പ്രവൃത്തിയാണ് എന്ന് അറിയാമെങ്കിൽ പോലും തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്നും തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് സഫർ ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ എൻ്റെ ലൈഫിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അതായത് ഞാനൊരു സ്ത്രീയെക്കുറിച്ച് വിമർശിച്ചപ്പോൾ ഈ സ്ത്രീ എൻ്റെ സൗഹൃദങ്ങളെ, എൻ്റെ വേണ്ടപ്പെട്ടവരെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്ന, മെൻ്റലി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ ഇവർ കൈക്കലാക്കുകയും ആ സുഹൃത്തിനെ നിരന്തരം ഇവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഇവരെയും അങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സാമ്പത്തിക ഇടപാടുകളൊക്കെ അവർ തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. നിവൃത്തികേട് കൊണ്ടാണ് കേട്ടോ. ഈ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ഇവരുടെ വീഡിയോകളിൽ താഴെ കണ്ട ചില കമൻറ്റുകൾ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. അതായത് ഇവരുടെ നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രഹസനമൊക്കെ ഇവിടെ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ ചെന്ന് കമൻ്റ് ഇട്ടു. അയ്യോ, നല്ല ജീവിതം കിട്ടട്ടെ, നല്ല ജീവിതം ഉണ്ടാകട്ടെ, ആ മക്കൾക്കൊരു ഉപ്പ ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അതിൻ്റെ താഴെ ചെന്ന് കമൻ്റ് ഇടുമ്പോൾ ഈ പുള്ളിക്കാരന് സ്വന്തമായി ഒരു മകനുണ്ട്. ഈ മകൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് പിന്നീട് എനിക്കറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യാൻ ആ സ്ത്രീ അങ്ങനെ ഒരു രോഗാവസ്ഥ ഫേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നതും ഈ പുള്ളിക്കാരനാണ് എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അവർ തമ്മിൽ നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷം ആ ഒരു വ്യക്തി, ഈ പുള്ളിക്കാരൻ്റെ വൈഫ്, എൻ്റെ വീഡിയോയ്ക്ക് താഴെയും വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ സ്ത്രീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വിമുഖത കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ കോൾ റെക്കോർഡുകൾ പുറത്തിടുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് അനാവശ്യമായി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ പൊതുജനങ്ങൾ അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പൊതുവായി പബ്ലിഷ് ചെയ്യുന്നത്, കോൾ റെക്കോർഡ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അറിയാൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള സംസാരം ഒരുപാട് പൊതുമീഡിയയിൽ തെറ്റായി വന്നതുകൊണ്ട് തന്നെ
എനിക്ക് ആ കുട്ടിയെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതായത് ആ കുട്ടി തന്നെയാണ് ആ കുട്ടിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വിവാഹാലോചന നടത്തി എന്നൊരു കളവ് ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഉമ്മ കല്യാണ രമണി എന്ന് പറയുന്ന സ്ത്രീ നടത്തിയിട്ടുള്ളത് കൊണ്ടും ഇവർ വായെടുത്താൽ കളവ് മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ആ കുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ കുട്ടിയെ ഡയറക്റ്റ് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് കാര്യങ്ങൾ പുറമേ നിന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങളുമായി എനിക്ക് പങ്കുവെച്ചേ മതിയാകും. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനിയും നാളെ ബാധിക്കപ്പെട്ടേക്കാവുന്ന ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് സ്ത്രീകളും ഇതിൽ പെട്ടുപോയേക്കാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങൾ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. യഥാർത്ഥത്തിൽ 3 മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ കണ്ട് സഹാനുഭൂതി മൂത്ത് ഒരു സ്ത്രീ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരായിരുന്നു ജുമൈല. തന്നെ പോലെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്ന ആ സ്ത്രീ അവരുടെ മകനെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ആ കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്, ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ കണ്ട ഇവരുടെ നമ്പറിലേക്ക് ആ സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഈ സ്ത്രീയുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അങ്ങനെ സ്വന്തം ബുദ്ധിമുട്ടുകൾ മറ്റൊരാളുടെ കണ്ണിൽ കണ്ടപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വ്യഗ്രത കൊണ്ട് ഈ പറയുന്ന ജുമൈല എന്ന് പറയുന്ന സ്ത്രീ കോണ്ടാക്ട് ചെയ്തത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരാളെയാണ് എന്ന് ആ സ്ത്രീ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോണ്ടാക്ട് ചെയ്തു, അവരോട് കുടുംബകാര്യങ്ങൾ അന്വേഷിച്ചു. ഈ കല്യാണ രമണി അവരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അതിനുശേഷം അവരുടെ ഭർത്താവും ഈ കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ നമ്പർ എനിക്കൊന്ന് തന്നു, ഞാൻ അയാളോട് സംസാരിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയിൽ നിന്നും ജുമൈലയിൽ നിന്നും കല്യാണ രമണി അയാളുടെ നമ്പർ കൈക്കലാക്കുകയും ആ നമ്പറിലേക്ക് പിന്നീട് നിരന്തരം വിളിക്കുകയും പ്രശ്നപരിഹാരത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചെടുത്ത നമ്പര് എത്രത്തോളം ദുർവിനിയോഗമാണ് ഈ സ്ത്രീ ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. മുമ്പ് ഇതുപോലെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്നേഹതീരത്തിൻ്റെ നമ്പരും ഇവർ പല ആളുകളിൽ നിന്ന് കണക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഈ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തതിന് ശേഷം സ്ഥിരമായി അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവരുടെ ട്രാപ്പിൽ വീഴുന്ന അല്ലെങ്കിൽ ഇവരുടെ ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരുഷന്മാരെന്ന് പറയുന്നത് 1, 2 ഒന്നുമല്ല. അപ്പോൾ എന്തായാലും സഹാനുഭൂതി മൂത്ത് വിളിച്ച ജുമൈലയ്ക്ക് 8ന്റെ പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരുടെ കുടുംബ പ്രശ്നം തീർക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ച നമ്പറിലൂടെ ഒരു പ്രണയം മൊട്ടിടുകയും ഇല്ലാത്ത ഒരു പ്രണയം മൊട്ടിടുകയും ജുമൈലയുടെ ജീവിതം തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കാമരമണി. ശരിക്കും അമ്മായിയമ്മ മരുമക്കൾ പോര്, ഭർത്താവ് ഭാര്യ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ, അതുപോലെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയും കാലമുണ്ടായ കാലം മുതൽ നമ്മുടെ ചുറ്റിനുമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ എപ്പോഴും ഈ കുടുംബജീവിതത്തിലുള്ള സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴെങ്കിലും ഇത് ശരിയാകും, എൻ്റെ ജീവിതം എപ്പോഴെങ്കിലും ഇത് ശരിയാകും എന്ന് വിചാരിക്കാൻ ഇവരുടെ മക്കളും ഒരു കാരണമാണ്. അതായത് കല്യാണ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു വലിയ പൂട്ടും താക്കോലും പോലെയാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. മക്കൾ എപ്പോഴും ആ സ്ത്രീയെയും പുരുഷനെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ജുമൈലയ്ക്കും അവരുടെ ഭർത്താവിനും ഇടയിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ പ്രതി തന്നെ ഇയാൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഈ സ്ത്രീയോട് എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയും എനിക്ക് ചെലവിന് തരാറില്ല, ആ കുടുംബജീവിതത്തിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇത്തരം ആളുകൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ ഒരാളിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രശ്നത്തിലേക്ക് നമ്മൾ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
അവരെക്കുറിച്ച് വ്യക്തമായി നമുക്കറിയാമായിരിക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ഏതെങ്കിലും തെരുവിൽ കാണുന്ന സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ സ്വന്തം കുടുംബത്തിന്റെ താക്കോൽ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. അവരുടെ തലവര തന്നെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു കാര്യമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അതുപോലെ ഇവിടെ ഇനി ഒരിക്കലും നന്നാവാൻ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അതിൽ പ്രതീക്ഷിക്കാനില്ലാത്ത വണ്ണം ആ രോഗിയായ ജുമൈലയും അവരുടെ മകനും പെരുവഴിയിലേക്കായിരിക്കുകയാണ്. ഇന്നലെ ഇവരുടെ അമ്മായിയമ്മ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അതായത് ആ സ്ത്രീ അവരുടെ മകനെ നോക്കുന്നില്ല എന്നും അവരുടെ മകന്റെ ഒരു കോലം കണ്ടപ്പോൾ, അതായത് ജുമൈലയുടെ മകന്റെ കോലം കണ്ടപ്പോൾ ഇവരുടെ വക്കീൽ ചോദിച്ചു അത്രേ, കുഞ്ഞിനൊന്നും തിന്നാൻ കൊടുക്കില്ലേ എന്ന്. അപ്പോൾ ആ വക്കീലിന് ബോധമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. വക്കീലിന് തിരികെ ചോദിക്കാമായിരുന്നു, ആ രോഗിയായ സ്ത്രീക്കും നിങ്ങളുടെ മകന്റെ കുഞ്ഞിനും നിങ്ങളുടെ മകൻ എന്തെങ്കിലും ചെലവിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാമരമണി ഇയാളെ ബന്ധപ്പെട്ടത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ചെലവിന് കൊടുക്കൂ, നിങ്ങൾ കുഞ്ഞിന് ചെലവിന് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളിക്കാരനെ കാമരമണി ബന്ധപ്പെട്ടത് എന്നാണ് ഞാൻ അറിയുന്നത്. ഇന്നീ നിമിഷം വരെയും ആ കുഞ്ഞിനുള്ളത് അയാൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. ഇതുപോലെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരാളാണ് നമ്മുടെ കാമരമണി. ഈ കാമരമണി ആദ്യത്തെ ഭർത്താവിൽ നിന്നും ചെലവിന് വാങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഭർത്താവിനെയും ഉപേക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. മൂന്നാമത്തെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോകാനും ഒരു കാരണമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളുള്ള ഇവരുടെ ലൈഫിൽ, അതായത് നമ്മുടെ ജുമൈലയുടെയും അവരുടെ ഭർത്താവിൻ്റെയും ലൈഫിലേക്ക് ഇടിച്ചു കയറുകയും ആ ലൈഫ് തട്ടിപ്പറിക്കുകയും ചെയ്തിട്ട് അവിടെ വന്നിരുന്ന് നെളിഞ്ഞിരുന്നു കൊണ്ട് എന്തോ പുണ്യപ്രവൃത്തി ചെയ്തതുപോലെ ഞാനിതാ ഈ ആണിനെ രക്ഷിച്ചു, ഞാൻ ഈ ആണിന് ജീവിതം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ മറ്റു 3 ആണുങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കിയ ഒരു സ്ത്രീയാണ് ഇവരെന്നുള്ള കാര്യം മറന്നും പോകണ്ട. അപ്പോൾ സമൂഹത്തിൽ എന്തോ വലിയ മെസ്സേജ് കൊടുക്കുകയാണ്, ഇവരെന്തോ വലിയ മെസ്സേജ് കൊടുക്കുകയാണ് എന്നുള്ള ധാരണയിൽ ഒരുപാട് കോപ്രായങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനൊക്കെയും ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഈ സ്ത്രീയുടെ പ്രശ്നം, എനിക്ക് പറയാൻ മനസ്സ് വരുന്നില്ല, ഈ സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇനിയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ ഇവരെ ബന്ധപ്പെടുന്നവർ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇതില് ഇത്തരം സ്ത്രീകളുടെ വലകളിൽ വീണ് ഇവർക്ക് വേണ്ടുന്ന സഹായം കൊടുത്തും ഇവര് പറയുന്ന ചെറ്റത്തരം കേട്ടും സമയം പോക്കുന്ന മാന്യമഹാന്മാരായിട്ടുള്ള ആണുങ്ങളോട് നിങ്ങൾക്കൊന്നും നാണമില്ലേ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്ത്രീകളെ എത്ര സുന്ദരമായി പറ്റിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതുപോലെ ഇത്രയും മോശമായിട്ടുള്ള ഈ സ്ത്രീയുടെയൊക്കെ ഒരു റീല് കണ്ടാൽ പോലും മനസ്സിലാകും ഈ സ്ത്രീയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത്. അപ്പൊ തൻ്റെ സ്വന്തം കുടുംബം പോലും, തൻ്റെ മനോഹരമായ കുടുംബം പോലും ഇവളുടെയൊക്കെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് അടിയറവ് വെച്ച് എന്തിനു വേണ്ടിയിട്ട് എന്ന് തോന്നിപ്പോകും. സാധാരണ രീതിയിൽ പുരുഷന്മാരെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കെണികളിൽ വീഴാനും ഇത്തരം കാര്യങ്ങളെ എൻജോയ് ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്നവരായിരിക്കും. അതുകൊണ്ടല്ലേ ഒട്ടുമിക്ക കുടുംബത്തിൽ പറഞ്ഞവർ പോലും ഇവരുടെ വലയിൽ വീണു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അവനവന്റെ കുടുംബം അവനവന്റെ സ്വർഗമാണ് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇത്തരം പെണ്ണുങ്ങൾ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കിടന്ന് അഴിഞ്ഞാടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.